ഹേ ഗൈസ്, ഇതേ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉറങ്ങുമായിരുന്നു കേട്ടോ. കണ്ടിന്യൂസ് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് മോർണിംഗത്തെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഒന്ന് കണ്ണുറന്നപ്പോൾ അനുവിൻ്റെ 2-3 മിസ് കോൾ കണ്ട് തിരിച്ച് വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, ചേച്ചി ഞാൻ നന്ദേരി വരെ പോവാണ്, ആരോ കൂടെയുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പാവം തോന്നി. അപ്പം ഞാൻ പറഞ്ഞത് ഞാനും വരുന്നുണ്ട്, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. പോകുമ്പോഴേ എനിക്കറിയാമായിരുന്നു ഇവളെന്തായാലും പാനിപ്പൂരി കഴിക്കുന്നത്, കാരണം അവളൊരു പാനിപ്പൂരി ലവറാണ്. സോ ഇതേ ഞാനും അവളും കൂടെ ഈ പറഞ്ഞ പോലെ പാനിപ്പൂരി കഴിക്കാണ്ടി പോയിരുന്നു കേട്ടോ. ഇങ്ങനെ സാധാരണ കഴിക്കുന്നതിന് നല്ല കഴിച്ച ആ ചേട്ടനെ കുറച്ച് ദിവസം കൊണ്ട് മിസ്സിങ് ആയതുകൊണ്ട് ഞങ്ങളിത് വേറെ കടയിലേക്കാണ് കേട്ടോ പോയത്. അവൾ പോകുമ്പോഴേ പറഞ്ഞു, ചേച്ചി കുറച്ച് ദൂരം ഉണ്ടെന്ന്, പക്ഷെ ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വർത്താനം പറഞ്ഞു വന്നതുകൊണ്ട് അത്ര ദൂരം തോന്നിയില്ല. പിന്നെ അവിടെ പോയി ഇതാ പാനിപ്പൂരിയൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ എപ്പോൾ ഇവർ കഴിച്ചാലും ഞാൻ എന്നാന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടുത്തെ അത്ര ഇഷ്ടമായില്ല, കഴിക്കാം അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതാ വീണ്ടും ഉള്ള എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ മേടിച്ച് കഴിച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഓരോന്ന് കാണുമ്പം ഞങ്ങൾ ഓരോരോ കഥകളൊക്കെ പറയുന്നു കേട്ടോ. സൈക്കിൾ കണ്ടപ്പം അവളൊക്കെ അവളുടെ ചേട്ടൻ മേടിച്ചു കൊടുത്തത് ഓർമ്മ വന്നു. അങ്ങനെ ഓരോ നൊസ്റ്റാൾജിയ കഥകളൊക്കെ പറഞ്ഞ് ഷേക്കൊക്കെ കുടിച്ച് എഗ് റൈസൊക്കെ മേടിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ബായ്.